ഇടുക്കി അടിമാലിയിലെ ശ്രീറാം ഫിനാൻസിനെതിരായ 70 പേരുടെ പരാതികൾ പരിഹരിച്ചുവെന്ന് പോലീസിനെ അറിയിച്ചു കമ്പനി. ലോൺ വിവരങ്ങൾ അവരവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും 15 ദിവസത്തിനുള്ളിൽ മുഴുവൻ പരാതികളും പരിഹരിക്കുമെന്നും കമ്പനി വിശദീകരണം നൽകി. സോഫ്റ്റ്വെയർ തകരാറെന്ന നിഗമനത്തിൽ പരാതികളിൽ കേസെടുക്കില്ല എന്ന് അടിമാലി പോലീസ് വ്യക്തമാക്കി. മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം ബ്രാഞ്ചുകളിലും ഉപഭോക്താക്കൾ പരാതികളുമായി രംഗത്തെത്തി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഒരു ബ്രാഞ്ചിലുള്ള മുഴുവൻ പരാതികളും പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഫിനാൻസ് സ്ഥാപനം അവകാശപ്പെടുന്നത്. 15 ദിവസത്തിനുള്ളിൽ മുഴുവൻ പരാതികളും പരിഹരിക്കുമെന്നും അവകാശപ്പെടുന്നു. മാധു, നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും വിവിധ കാരണങ്ങളാൽ ലോൺ ലഭിക്കാത്ത പാവപ്പെട്ട ആളുകളാണ് ഈ ശ്രീറാം ഫൈനാൻസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ സാങ്കേതിക പിഴവാണ് എന്ന് പറയുമ്പോഴും ഈ ലോൺ തിരിച്ചടച്ചാൽ കൂടി അവരുടെ ഈ മറ്റ് ബാധ്യതകളെ ഈ കാര്യം ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അടിമാലിയിലാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പരാതി പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ 70 പരാതികൾ അടിമാലി ശ്രീറാമിലെ 70 പരാതികൾ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബാക്കിയുള്ള പരാതികൾ 15 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാമെന്ന് അടിമാലി പോലീസിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അടിമാലി ശ്രീറാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലാണ് അടിമാലി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതേസമയം ഇടുക്കി ജില്ലയിലെ തന്നെ മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം അടക്കമുള്ള കൂടുതൽ ശാഖകളിൽ നിന്നും കൂടുതൽ പരാതികൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. 2 ലക്ഷം രൂപ ലോൺ എടുത്ത ആളുകളുടെ പേരിൽ ഇപ്പോൾ 14-15 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് ശ്രീറാം ഫിനാൻസിന്റെ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നടക്കം ഇനി വരുന്ന ദിവസങ്ങളടക്കം കൂടുതൽ പരാതികൾ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ്. ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടും ലോൺ എടുത്ത ആളുകൾക്ക് ജാമ്യം നൽകിയ ആളുകൾ, ജാമ്യം നിന്ന ആളുകൾ, അവരുടെ ഡോക്യുമെന്റ് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ചുമൊക്കെ, അടച്ചു തീർത്ത ലോണുകൾ, ഇനി വളരെ കുറച്ച് EMI മാത്രം അടയ്ക്കാനുള്ള ലോണുകൾ, ഇതിലെല്ലാം 10-18 ലക്ഷം രൂപയുടെ ബാധ്യത വരെ വന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഞെട്ടിക്കുന്ന കണക്കാണ് അത്.